നെമ്മാറ പോത്തുണ്ടിയിൽ ഇരട്ടക്കൊലപാതകം. ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസികളായ അമ്മയെയും മകനെയും വെട്ടിക്കൊന്നു. നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിലാണ് സംഭവം. ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സുധാകരന്റെ അയൽവാസിയായ 58-കാരൻ ചെന്താമരയാണ് കൊലപാതകം നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് കൊലപാതകം നടന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ചെന്താമര. പ്രതി ചെന്താമര ഭാര്യയും മക്കളുമായി അകന്നു കഴിയുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരന്തരം തർക്കവും നടന്നിരുന്നു. ഈ തർക്കത്തിൽ മുൻപ് കൊല്ലപ്പെട്ട സജിത, ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരൻ, ലക്ഷ്മി എന്നിവർക്ക് പങ്കുണ്ടെന്നാരോപിച്ചാണ് 2019 പ്രതി സജിതയെ കൊലപ്പെടുത്തിയത്. 1.5 മാസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. തുടർന്ന് സുധാകരനെയും ലക്ഷ്മിയെയും കൊല്ലുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് വധഭീഷണിയുള്ളതായി ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സംരക്ഷണവും നൽകിയില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അവനെ അടിച്ചു കൊല്ലണം, അതാണ്. അവനങ്ങനെ വിടാൻ പറ്റില്ല. ഇത്ര ക്യാമ്പിൽ ഇത്ര ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ഒരു കൊല ചെയ്തു, അവൻ 10 കൊല ചെയ്താലും അവന് ഒരേ ശിക്ഷയാണ് പറഞ്ഞിട്ടാണ് അവൻ പറയണത്. അത് പറ്റുകയില്ല. സ്റ്റേഷനിൽ നിന്ന് ഇറക്കി അവനെ അടിച്ചു കൊല്ലന്നെ വേണം. അല്ലാണ്ട് എനിക്ക് അതാ പറയാനുള്ളൂ. ഒരു പെൺകുട്ടി അനാഥയായിരിക്കണം, അച്ഛൻ പോയി. ഒരു പെൺകുട്ടി അതെ, അല്ലെങ്കിൽ അവനെ വിടണം, അല്ലെങ്കിൽ പറ്റില്ല. അതിലൊരു നിയമം തന്നെ വേണം, അല്ലെങ്കിൽ പറ്റില്ല മോനെ. അതെ, ആ കുട്ടി ഒരു അനാഥയാണ്, അത്രയേ ഉള്ളൂ. നിലവിൽ ചെന്താമര ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് നെന്മാറ പോലീസ് സംഘം. അതേസമയം ഇൻക്വസ്റ്റ് നടപടികൾക്കായി എത്തിയ പോലീസിനെ നാട്ടുകാർ തടഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് 2 പേരുടെ ജീവൻ നഷ്ടമാവാൻ കാരണമായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സാറാ ചെയ്തോ? എന്ത് സാറ് അല്ല, എന്ത് സാറ് അളക്കൊണ്ടിരിക്കണം? അല്ല, എന്താ സാറ് അളക്കൊണ്ടിരിക്കുന്ന പറഞ്ഞത്? അല്ല, എന്ത് സാറാ സാറെന്താ അളക്കൊണ്ടിരിക്കുന്ന പറഞ്ഞത്? അല്ലല്ല, എന്താ സാറ് അളക്കൊണ്ടിരിക്കേണ്ട പറഞ്ഞത്? ഈ 2 കൊലപാതകം നടത്തിയിട്ട് കാരണം എന്ത് ചെയ്തു? ഞങ്ങളോട് നെന്മാറ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ആവശ്യം കൊടുത്തു. ഒരു നടപടി എടുത്തില്ലല്ലോ. പിന്നെ ഈ ബോഡി എടുക്കാൻ വേണ്ടി ഞങ്ങൾ നാട്ടുകാരെ അല്ലല്ലോ സാറ് വന്നിട്ട് നാട്ടുകാരൻ ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞോ? എന്താ ഞങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? എന്താ ഞങ്ങളെ കൈകാര്യം നിങ്ങളുടെ ഇൻക്വസ്റ്റ് ഞങ്ങൾ നിൽക്കുന്നില്ല. ഞങ്ങൾ ആ ബോഡി എടുക്കല്ലേ, അത് ഞങ്ങൾ ഇതേ ചൊല്ലി പോലീസും നാട്ടുകാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. കലക്ടർ എത്താതെ മൃതദേഹങ്ങളുടെ തുടർ നടപടികൾ പൂർത്തിയാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അവൻ്റെ മാമൻ വന്ന് പറഞ്ഞു, എൻ്റെ ചെന്താമരയാണ് വെട്ടിയിരിക്കുന്നത് പറഞ്ഞു. പരമൻ എന്നാ പറഞ്ഞ ആള് എൻ്റെ ചെന്താമരയാണ് വെട്ടിയിട്ട് പോയിരിക്കുന്നത് പറഞ്ഞു. അതേ അറിയുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. നാട്ടുകാരെ അനുനയിപ്പിച്ച ശേഷം ലക്ഷ്മിയുടെ മൃതദേഹം പാലക്കാട് ജില്ലാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ആളുകളുടെ പ്രതികരണം. ചെന്താമര അതായത് ഈ മരിച്ച സുധാകരൻ്റെ ഭാര്യനെ ഇതേപോലെ ചെന്താമര പറഞ്ഞ ആളാണ് വെട്ടിക്കൊന്നത്. അതേ ആൾ തന്നെയാണ് ഇതിൻ്റെ പ്രതി എന്ന കാര്യത്തിലുള്ള യാതൊരു സംശയമില്ല. ഇനി വേറെ ആരും ചെന്താമര കണ്ടിട്ടൊന്നുമില്ല. ഇയാൾ 2 മാസമായി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ ആളുകളുടെ ഒപ്പും അവിടുത്തെ ആളുകളുടെ എല്ലാം പരാതി ഉൾപ്പെടെ എടുത്തിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലീസുകാർ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നമാതിരി ഈ പ്രതിക്ക് അവിടുത്തെ ജനങ്ങൾക്കൊരു ഭീഷണിയുണ്ട്. അപ്പോൾ ഈ പ്രതിയെ വീണ്ടും അവിടെ കൊണ്ട് താമസിപ്പിച്ച് അവർക്കൊരു ഭീഷണിയാവും. പല ആളുകളും ഇതേപോലെ അയാളെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിയിട്ടാണ് നേരത്തെ ജയിലിലേക്ക് പോയത്. നേരത്തെ ആ പെണ്ണിനെ കൊന്നിട്ട്, സരിത പറഞ്ഞ പെൺകുട്ടിയെ കൊന്നിട്ട് ജയിലിലേക്ക് പോയത്. പിന്നെ അവരുടെ ആരോ ജാമ്യത്തിലിറക്കി അയാൾ വീണ്ടും വന്നു, നെന്മാറയിൽ വന്നു. അപ്പോൾ ഇതറിഞ്ഞ് അവിടുത്തെ അയൽവാസികളിൽ ഉൾപ്പെടെ ഒപ്പ് ശേഖരിച്ച് പരാതിയായിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിലും കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ കൊടുത്താണ്. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. ഇപ്പോൾ വീണ്ടും 2 പേര് മരിച്ചു. പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പോലീസുകാർ എടുത്തിട്ടുണ്ടായിരുന്നു. നെന്മാറ പോലീസുകാർ എടുത്തിട്ടില്ല. അമ്മ സുധാരാട്ടൻ ഓൾറെഡി മരിച്ചു കിടക്കുകയായിരുന്നു. അമ്മ പെടഞ്ഞു കിടക്കണ്ടായിരുന്നു. അപ്പം തന്നെ വണ്ടിയിൽ ആംബുലൻസ് കയറ്റി നേരം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ ആശുപത്രി എത്തുന്നതിന് മുന്നേ മരിച്ചത്. നെന്മാറ ആശുപത്രി എത്തുന്നതിന് മുന്നേ മരിച്ചു. വീട്ടിൽ നിന്ന് മരിച്ചില്ല. ഈ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് വീണ് കിടക്കണം വേണ്ടിട്ട് വിളിച്ചത്.
വണ്ടിയിൽ നിന്ന് വീണ് കിടക്കിട്ട് ഞങ്ങൾ വേഗം വരണം പറഞ്ഞു. വീടിൻ്റെ വെളിയിലായിരുന്നു, റോട്ടിലായിരുന്നു കിടന്നത്. അപ്പോൾ വണ്ടിയും കൊണ്ട് ഞാൻ ബൈക്കും കൊണ്ട് പോകുന്ന സമയത്ത് തന്നെ ഒരാളെ ഓൾറെഡി മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ കണ്ടു. ആ സുധാരൻ പറയുന്ന ആളുടെ കൈയൊക്കെ വെട്ടി മുറിഞ്ഞിട്ട് കിടക്കുന്ന നിലയിലായിരുന്നു. ഈ അമ്മ പെടഞ്ഞ് കിടക്കണ്ടായിരുന്നു. ആര് കണ്ടിട്ടുണ്ട് ഇതേപോലെ നേരത്തെ ഉണ്ടായിരുന്നു. ഇയാളൊരു സൈക്കോയാണ്, ഒരു മെന്റൽ മനുഷ്യനാണ്. ഇയാളുടെ വീട്ടിന് ഉമ്മർത്തുനിന്ന് ഒരാളുടെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സൂക്കടുള്ള ഒരാളായിരുന്നു. കഴുത്തിൽ നല്ല പരുക്കുണ്ട്. സുധാകരൻ കവന്ന് കിടക്കായിരുന്നു. കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ആൾ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. ദത്താണ്. ചെന്താമര പറയുന്ന ആള് അയാളുടെ ഭാര്യയും കുഞ്ഞു പോലും ഇയാളുടെ കൂടെ വന്നിരിക്കാൻ പേടിയാണ്. ചെന്താമര പിന്നെ തൊട്ടുമ്പുറത്ത് വീടാണ്. ഈ ജാമ്യത്തിൽ ഇറങ്ങിയ ഉടനെ ചെന്താമര ഭാര്യയും മക്കളെയും വിളിച്ചിട്ട് വേണ്ട ശരിക്കും വീട്ടിൽ വരാൻ. ഇയാൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അവർക്ക് പോലും പേടിയാണ് ഇയാളുടെ കൂടെ വന്നിരിക്കാൻ. ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി 2-3 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അത്ര ആയിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടുണ്ട്. നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് 3 മാസമായി. നാട്ടുകാരുടെ അങ്ങനെ പെരുമാറില്ല. ഡീസന്റ് പോലെ കാണിച്ചു, പക്ഷേ അങ്ങനെ പെരുമാറില്ല. ഉള്ളിലുള്ള വൈരാഗ്യം എന്താണെന്ന് അറിയില്ലല്ലോ. ഒരു സൈക്കോയാണ് മൂപ്പര്. വ്യക്തിവൈരാഗ്യം വീണ്ടും രണ്ടുപേരുടെ ജീവനെടുത്ത അതിദാരുണ സംഭവത്തിൽ നടുങ്ങിയിരിക്കുകയാണ് പോത്തുണ്ടി പ്രദേശം. UTV ന്യൂസ്, പാലക്കാട്.